ഈ പോപ്പുലർ ഫണ്ട് നിരോധിച്ചു എന്ന് പറയുമ്പോഴും നാം ഇന്നലെ കരിപ്പൂരിൽ കണ്ട ഒരു പ്രതിഷേധ പ്രകടനമുണ്ടല്ലോ, വഖഫ് ഭേദഗതിക്കെതിരെ നടന്ന പ്രതിഷേധം കാണുമ്പോൾ അതിൽ ഇസ്രയേൽ കൊലപ്പെടുത്തിയ നേതാക്കളാണ് അധികവും. ഈ വഖഫുമായി ബന്ധപ്പെട്ട് ഇസ്രയേൽ കൊലപ്പെടുത്തിയ ഭീകരവാദികൾ എന്താണ്, അവരുടെ ചിത്രങ്ങൾ എന്തിനാണ് ഈ കരിപ്പൂരിലേക്ക് കൊണ്ടുവരുന്നത്? അതൊരു അജണ്ടയാണ്. അതായത് പോപ്പുലർ ഫ്രണ്ട് മുന്നോട്ട് വെക്കുന്നൊരു രാഷ്ട്രീയമുണ്ടല്ലോ കേരളത്തിൽ. അതായത് ഈ നമ്മൾ പറയാറുണ്ടല്ലോ, സാധാരണ പി ജയരാജനൊക്കെ പുസ്തകം എഴുതിയല്ലോ, മുസ്ലിം രാഷ്ട്രീയം, നമ്മൾ എന്താ പറയണ്ട, ഈ കേരളത്തിൽ പൊളിറ്റിക്കൽ ഇസ്ലാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരു വശത്തേക്ക് ഒതുക്കി നിർത്തിയിരിക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയമാണ് അവിടെ മറനീക്കി പുറത്തു വന്നത്. അത് മുമ്പ് പലപ്പോഴും അത് കേരളത്തിൽ പുറത്തു വന്നിട്ടുണ്ട്. അതാണ് അത് ഏറ്റവും കൂടുതൽ പുറത്ത് കാണിച്ചിട്ടുള്ളത് പോപ്പുലർ ഫണ്ട് SDPM ആണ്. പക്ഷേ ഇന്നലെ നടന്നത് അത്തരം ആ സംഘടന നിരോധിച്ച ശേഷം ആദ്യമായിരിക്കും ഇങ്ങനെ ഒരു പ്രകടനം കാണുന്നത്. തീർച്ചയായിട്ടും അവർ അത് പരസ്യമായിട്ട് കാണിക്കുന്നു, മുസ്ലിം ലീഗ് അത് രഹസ്യമായിട്ട് പിന്തുടരുന്നു. ഇത്രയേ ഉള്ളൂ വ്യത്യാസം. ഇത് വളരെ കൃത്യമാണ്. കേന്ദ്ര സർക്കാർ വഖഫ് നിയമ ഭേദഗതി പാർലമെൻറ്റിൽ അവതരിപ്പിച്ച് പാസ്സാക്കി 24 മണിക്കൂറിനുള്ളിൽ അത് രാഷ്ട്രപതി ഒപ്പുവെച്ച് നിയമമായി. അമിത്ഷാ പാർലമെൻറ്റിൽ പറഞ്ഞത് എന്താണ്? പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമമാണ്, ഇതെല്ലാവരും പാലിക്കാൻ ബാധ്യസ്ഥരാണ്, ഇന്ത്യൻ പൗരന്മാർക്കെല്ലാം ഈ നിയമം പാലിച്ചേ മതിയാവുള്ളൂ. അത് വളരെ കൃത്യമായിട്ട് പാർലമെൻറ്റിൽ പറഞ്ഞു. അതിനെതിരെ പ്രതിഷേധിക്കാൻ മറ്റു വഴികളൊന്നുമില്ല. പാർലമെൻറ്റിൽ ആകെ എത്ര MP-മാരുണ്ട് മുസ്ലിം ലീഗിന്? അല്ലെങ്കിൽ ഈ പറയുന്ന ഈ പ്രതിപക്ഷ കക്ഷികളെ എല്ലാം കൂടെ എടുത്താൽ തന്നെയും ഈ പറയുന്നത് പോലൊരു പ്രതിഷേധം കോൺഗ്രസും SP-യും BSP-യും പ്രതിപക്ഷ പാർട്ടിയിൽ ആദ്യം തന്നെ പ്രിയങ്ക ഗാന്ധി തന്നെ മുങ്ങി. അതെ, പ്രിയങ്ക ഗാന്ധി തന്നെ മുങ്ങി. രാഹുൽ ഒരക്ഷരം മിണ്ടിയില്ല, വാ തുറന്നില്ല. അപ്പോൾ ഈ പ്രതിപക്ഷ പാർട്ടികളെ ഒന്നും അവർക്ക് അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ലെന്ന് വ്യക്തമായി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ ആ ഒരു തിരിച്ചറിവാണ് അവരെ കൊണ്ട് കേരളത്തിൽ ഈ കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക്, കോഴിക്കോട് കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക്, അത് ശരിക്കും കോഴിക്കോട് ജില്ലയുടെയും മലപ്പുറം ജില്ലയുടെയും അതിർത്തിയിലാണ് ഈ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത്. ആ വിമാനത്താവളത്തിലേക്ക് ഇത്തരത്തിലൊരു പ്രക്ഷോഭം, ഒരു പ്രതിഷേധം നടത്താൻ അവരെ പ്രേരിപ്പിച്ചത് അതാണ്. അവർക്കറിയാം ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾക്ക് ഒന്നിനും നിയമപരമായിട്ടും രാഷ്ട്രീയമായിട്ടും ഒന്നും ഈ ബില്ലിനെ, ഈ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഈ വഖഫ് നിയമ ഭേദഗതിയെ എതിർത്ത് നിൽക്കാൻ കഴിയില്ല എന്നുള്ള സത്യം പോപ്പുലർ ഫ്രണ്ടിനും അറിയാം, അല്ലെങ്കിൽ ഈ പറയുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിന് അത് അറിയാം. അതുകൊണ്ട് തന്നെയാണ് അവർ ഇത്തരത്തിലൊരു പ്രകടനം അവിടേക്ക് നടത്തിയത്. അത് പോലീസ് ലാത്തിചാർജിലാണ് അവസാനിച്ചത്. മുമ്പും നമുക്കറിയാം ഇത്തരത്തിൽ മുസ്ലിം ലീഗിനെതിരെ, മുസ്ലിങ്ങൾക്കെതിരെ എന്നുള്ള തരത്തിൽ ഇളക്കി വിട്ടുകൊണ്ട് PK കുഞ്ഞാലിക്കുട്ടിക്കെതിരെ പണ്ടൊരു ആക്ഷേപം വന്നു, ഐസ്ക്രീം കേസ് അല്ലേ? അന്ന് അതെ, ഐസ്ക്രീം പാർലർ കേസ് വന്നു. അന്ന് റജീന ചില വെളിപ്പെടുത്തലുകൾ നടത്തി, അതിൻ്റെ ഇരയായ ആൾ. ആ വെളിപ്പെടുത്തൽ വന്നതിന് ശേഷം ഈ കുഞ്ഞാലിക്കുട്ടി ഉംറയ്ക്ക് പോയിരിക്കുകയായിരുന്നു. അന്ന് മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി ഉംറ അനുഷ്ഠിക്കാനായിട്ട് പോയിരിക്കുകയായിരുന്നു. അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ ആ വിമാനത്താവളത്തിൽ അദ്ദേഹത്തിന് സ്വീകരണം കൊടുക്കാനെന്ന മട്ടിൽ അവിടെ തടിച്ചുകൂടിയ മുസ്ലിം ലീഗ് പ്രവർത്തകർ, അത് മുസ്ലിം ലീഗുകാരാണോ എന്ന് എനിക്കിപ്പോഴും സംശയമുണ്ട്. അതോ മുസ്ലിം ലീഗുകാരുടെ പേരിൽ ഈ അന്നത്തെ NDF ആയിരുന്നു, ഇന്നത് പോപ്പുലർ ഫ്രണ്ടാണ്, ആ വ്യത്യാസമേ ഉള്ളൂ. ഒരു പറ്റം വിധ്വംസക പ്രവർത്തകർ അല്ലെങ്കിൽ ഒരു പറ്റം തീവ്രവാദികൾ അവിടെ കടന്നുകൂടി അന്ന് ആ വിമാനത്താവളത്തിൽ ഉണ്ടാക്കിയ പൊല്ലാപ്പ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ? ഇന്ത്യയുടെ അഭിമാന ചിഹ്നമായ നമ്മുടെ ദേശീയ പതാക പാറിക്കളിക്കുന്ന ആ കൊടിമരത്തിൽ ആ ദേശീയ പതാകയെ വലിച്ച് താഴത്തേക്ക് ഇറക്കി അതിനെ കീറി എറിഞ്ഞുകൊണ്ട് അവിടെ മുസ്ലിം ലീഗിൻ്റെ കൊടി ഉയർത്തിയവരാണ് ഈ പറയുന്ന മതേതരത്വം പ്രസംഗിക്കുന്നവരും മതേതരത്വം പ്രചരിപ്പിക്കുന്നവരും. അതെ, ആ രാജ്യസ്നേഹികൾ. സവർക്കർ മാപ്പെഴുതി നൽകി, പക്ഷേ ഇവർ അകത്ത് നിന്ന് സവർക്കർ ഷൂ നക്കിയാണ്. പക്ഷെ ഇവർ വലിയ രാജ്യസ്നേഹികളാണ്. ആ രാജ്യസ്നേഹികൾ ദേശീയ പതാകയോട് കാണിച്ചത് എന്താണെന്ന് നമ്മൾ കണ്ടു. അന്ന് ഏഷ്യാനെറ്റിന്റെ റിപ്പോർട്ടറായിരുന്ന ദീപയെ അവിടെ വളഞ്ഞിട്ട് തല്ലി, ഇന്ത്യ വിഷന്റെ ലേഖകരെ തല്ലി, ക്യാമറകൾ തല്ലി പൊട്ടിച്ചു, ട്രൈപോഡുകൾ തല്ലി പൊട്ടിച്ചു, മാപ്രകളെല്ലാം അടിയും കൊണ്ട് ഓടി അവിടുന്ന്. അങ്ങനെയുള്ള ഈ രാജ്യസ്നേഹികളാണ് ഇന്നിപ്പോൾ വഖഫ് നിയമ ഭേദഗതി ബില്ലിനെതിരെ കരിപ്പൂരിലേക്ക് മാർച്ച് നടത്തിയത്, പ്രക്ഷോഭം നടത്തിയത്. പക്ഷേ അവർക്ക് തെറ്റിപ്പോയി. അന്നത്തെ ഭരണമല്ല ഇന്ന് നടക്കുന്നത്.
അന്നത്തെ കേന്ദ്ര സേനയല്ല എന്നുള്ളത് എന്ന് അവർക്ക് മനസ്സിലായില്ല. അന്ന് ഇവർക്ക് എന്തെങ്കിലും തലയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കാരണം ഇവരുടെ നേതാക്കൾ ഇതേപോലെ സിൽവറിനെയും തൂക്കി പിടിച്ചോണ്ട് വരും, കുറച്ച് കഴിയുമ്പോൾ എന്നെ അവരെ തൂക്കിക്കൊണ്ടുപോകും ബീഹാറിലേക്ക്. അതെ, എന്നിട്ട് അവിടെ പോയിട്ട് എനിക്ക് ക്യാൻസറാണ്, വയറിളക്കമാണ്, എനിക്ക് ജാമ്യം വേണം. അല്ല, ഇപ്പൊ പോപ്പുലർ ഫ്രണ്ട് മാത്രമല്ല, SDPIയുടെ നേതാവ് ഇപ്പൊ തിഹാർ ജയിലിലാണ്. അയാളെയും പൊക്കിക്കൊണ്ട് പോയി എന്നുള്ളതാണ് സത്യം. അല്ല, എന്നിട്ട് വേറൊരു ഇതുണ്ട്, വെല്ലുവിളിക്കും, എന്നെ ഉൾപ്പെടെയുള്ള സംഘടനയെ വെല്ലുവിളിക്കും. അതിനുശേഷം അവർ അറസ്റ്റ് ചെയ്യുമ്പോൾ ഇരവാദം അതിനുശേഷം ഉണ്ട് ഈ SDPIയുടെ പ്രസിഡന്റ് അറസ്റ്റിന് പിന്നാലെ ഈ കേരളത്തിലുടനീളം പ്രതിഷേധങ്ങളുണ്ടായിരുന്നു. UDFന്റെ നേതാക്കൾ ഉൾപ്പെടെ പങ്കെടുക്കുകയാണ്. ആ പ്രസംഗങ്ങൾ കേൾക്കണം, കരഞ്ഞു പോകും. അതെ അതെ അതെ. അതായത് ഇപ്പൊ UDF എന്ന് പറയുന്നത് SDPI ഇപ്പൊ UDFൽ ഒരു ഘടകകക്ഷിയായി മാറിയിട്ടുണ്ട് ഏതാണ്ട്. അത് ഘടകകക്ഷിയൊന്നുമല്ല, അവർ വാസ്തവത്തിൽ UDFനെ മൊത്തത്തിൽ SDPI വിഴുങ്ങി എന്ന് തന്നെ പറയാം. മുസ്ലിം ലീഗ് അത് ശരിക്കും സുഡാപ്പിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. മുസ്ലിം ലീഗിൻ്റെ പഴയ നയത്തിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യാസം വന്നിരിക്കുന്നു എന്നുള്ളത് പകൽ പോലെ സത്യമാണ്. എന്താ, നമ്മൾ മുസ്ലിം ലീഗിനെ അങ്ങനെയല്ലല്ലോ കരുതി. അല്ല, UDF വർഷങ്ങൾക്ക് മുൻപ് വലിയ രീതിയിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടി അവർക്ക് അധികാരത്തിൽ വരാനുള്ള ധൈര്യമുണ്ട്. ഇപ്പോൾ ആ പാർട്ടിക്ക് ആ ധൈര്യമില്ല. അതിന് ഏറ്റവും പ്രധാന കാരണം ഭൂരിപക്ഷ സമുദായത്തിലെ ഒരു സമുദായം, ആ ഒരു സമുദായം വലിയ രീതിയിൽ BJPയിലേക്ക് ഒഴുകി. അതിന് കാരണം ഈ മുസ്ലിം പ്രീണനമാണ്. ഹിന്ദു വോട്ടുകൾ വ്യക്തമായിട്ട് പറയാം, മുസ്ലിം പ്രീണനമാണ്. അതിനുശേഷം അപ്പോഴേക്കും അവരെ പാർട്ടിയെ പിടിച്ചു നിർത്തിയത് ക്രൈസ്തവ വിഭാഗമാണ്. ആ ക്രൈസ്തവ വിഭാഗവും ഇപ്പോൾ മാറിപ്പോവുകയാണ്. അപ്പോൾ ഈ UDFന്റെ സ്ഥിതി ഇനി എന്തായിരിക്കും? UDFന്റെ സ്ഥിതി വളരെ പരിതാപകരമാണ്. ഇത് പാർട്ടി നേതാക്കൾ തിരിച്ചറിയുന്നില്ല. അല്ലാതെ രാഹുൽ ഗാന്ധിയെ കാണാൻ പോയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അല്ല, അതുകൊണ്ടാണല്ലോ രാഹുൽ ഗാന്ധിയെ കാണാൻ പോയിട്ട് ഒരു കാര്യവും ഇല്ല എന്നുള്ളത് വ്യക്തമാണ്. കാൽ ചുവട്ടിലെ മണ്ണൊലിച്ചു പോയിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് UDFനെയും കോൺഗ്രസിനെയും SDPI വിഴുങ്ങി എന്ന്. വളരെ ലളിതമായിട്ടാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. കോൺഗ്രസ്സിന് ഇന്ന് പേരിൽ ഇങ്ങനെ ഈ VD സതീശൻ എന്നും രമേശ് ചെന്നിത്തലയെന്നും ഒക്കെ പറഞ്ഞ കനകൊലു ഉൾപ്പെടെയുള്ള തന്ത്രങ്ങൾ മെനയുന്നവരുണ്ട്. അവരിപ്പോഴെങ്കിലും പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ കുറച്ചെങ്കിലും ഈ ക്രൈസ്തവരെ തിരികെ പിടിക്കായിരുന്നു. വലിയ രീതിയിൽ അവരുടെ കൺമുൻപിലൂടെയാണ് BJPയിലേക്ക് ക്രൈസ്തവർ ഇപ്പോൾ ഒഴുകുന്നത്. അതെ, ആ വോട്ട് മുഴുവനും ഒഴുകിപ്പോയി. അതിന് മുനമ്പം ഒരു നിമിത്തമായെന്നേ ഉള്ളൂ. പക്ഷെ അത് കാലങ്ങളായിട്ട് പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയമായിരുന്നു. കൃത്യമായിട്ടും ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിന് കോൺഗ്രസിൽ നിന്ന് കിട്ടേണ്ട സംരക്ഷണം കിട്ടുന്നില്ല. അവർ രണ്ടാം കൂറ്റുകാരോ മൂന്നാം കൂറ്റുകാരോ ആയി തള്ളപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇനിയും ഈ അപമാനവും ഈ അവഗണനയും ഈ എന്താ പറയേണ്ട ദ്രോഹവും ആ സമുദായത്തിന് നേരെ വലിയ ദ്രോഹമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവരുടെ പെൺകുട്ടികളെ ലവ് ജിഹാദിൽ പെടുത്തി കൊണ്ടുപോകുന്നു, അവരുടെ സ്ഥലം കയ്യേറുന്നു, ഈ വഖഫ് പോലെയുള്ള എന്താ പറയുക കിരാത നിയമങ്ങൾ ഉപയോഗിച്ച് അവരുടെ ഭൂമി കയ്യേറുന്നു, അവരെ കുടിയിറക്കുന്നു. ഇതൊക്കെ അവർ എങ്ങനെ സഹിക്കും? അവർ നാമമാത്രമാണ്, അവർ ചെറിയ സംഖ്യയേ ഉള്ളൂ എങ്കിലും അവരെ അങ്ങനെ അങ്ങ് ദ്രോഹിക്കാൻ പാടുണ്ടോ? അവർ എല്ലാ കാലത്തും ആശ്രയിച്ചതും അവർ എല്ലാ ചെലവും കൊടുത്ത് പാലും വെള്ളവും കൊടുത്ത് പോറ്റിയതും കോൺഗ്രസിനെയല്ലേ? ആ കോൺഗ്രസ് എന്തുകൊണ്ട് അവരെ തിരിഞ്ഞു നോക്കുന്നില്ല? ഇത് അവർക്ക് സഹിക്കാവുന്നതിൻ്റെ അപ്പുറത്താണ്. അതുകൊണ്ട് തന്നെയാണ് അവർ UDF വിട്ടത്, കോൺഗ്രസിനെ ഉപേക്ഷിച്ചത്. അവർക്ക് ഇന്ന് പ്രബലമായിട്ട് ആശ്രയിക്കാൻ കഴിയുന്ന ഒരു കക്ഷി BJP ആണ്. ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ പുതിയ മുഖം അടക്കമുള്ള പലരെയാണ് നാം ഇന്നലെ ആ മാർച്ചിൽ കണ്ടത്. അവർക്ക് ഈ കോൺഗ്രസിനെ രക്ഷപ്പെടുത്താൻ കഴിയുമോ? അതൊരു വലിയ ചോദ്യമാണ്. അത് കണ്ടറിയേണ്ടതാണ്. കാരണം അവരുടെ വോട്ട് ഇപ്പോഴും കൃത്യമായിട്ട് എത്ര ശതമാനം ഉണ്ട് എന്ന് നമുക്ക് കണക്കുകൂട്ടിയെടുത്ത് മനസ്സിലാക്കാൻ പൊതുസമൂഹത്തിന് സാധിച്ചിട്ടില്ല, മാധ്യമങ്ങൾക്ക് സാധിച്ചിട്ടില്ല. ഒരു പക്ഷേ സർക്കാരിൻ്റെ കയ്യിൽ കൃത്യമായ വിവരങ്ങൾ ഉണ്ടായേക്കും. പക്ഷേ ഈ വോട്ട് പിടിച്ചെടുക്കാനാണല്ലോ കോൺഗ്രസും CPM-ഉം ഒരുപോലെ ശ്രമിക്കുന്നത്. അതിൽ ആര് വിജയിക്കും അവരെ ആയിരിക്കും. അവർ 2024 മുമ്പ് വലിയ ശ്രമം നടത്തി. ഇപ്പോൾ ആ ശ്രമമൊന്നുമില്ല. കിട്ടണമെങ്കിൽ കിട്ടിയാൽ മതി. ഇടയ്ക്കിടയ്ക്ക് ഗ്യാസയോടെ മറ്റേ വസ്ത്രമെല്ലാം ധരിച്ചു വരും, നിങ്ങൾ തരണമെങ്കിൽ. അതെ, ഈ CPM-നെ സംബന്ധിച്ച് ഇപ്പോൾ അവർക്ക് ഏറ്റവും വലിയ തലവേദന മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ടിരിക്കുന്ന കേസുകളാണ്. അതിൽ നിന്ന് എങ്ങനെ തലയൂരും എന്ന് ആലോചിച്ച് വലിയ രീതിയിൽ തലപുകച്ചിരിക്കുകയാണ് CPM നേതാക്കൾ.
അതവിടെ നിൽക്കട്ടെ. CPM-നെ സംബന്ധിച്ച് അല്ല, CPM ഇപ്പോൾ കൃത്യമായി തന്നെ SNDP വോട്ടുകളാണ് ലക്ഷ്യം. അല്ല, അവർ കൃത്യമായിട്ടും അവരുടെ നഷ്ടപ്പെട്ടു പോയ ആ SNDP വോട്ടുകൾ തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് CPM-ന്റെ ഇപ്പോഴത്തെ അജണ്ട. പക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ച് അങ്ങനെ SNDP വോട്ടുകളും NSS വോട്ടുകളും ഇനി തിരിച്ചു പിടിക്കാൻ സാധിക്കില്ല എന്ന് അവർക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവർ അതോടൊപ്പം തന്നെ ക്രൈസ്തവ വോട്ടുകൾ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒഴുകി. ഇപ്പോഴെങ്കിലും അവർ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അല്ല, തിരിച്ചറിഞ്ഞാലും അതുകൊണ്ട് ഇനി പ്രയോജനമില്ല ശ്രീജിത്തെ. കാരണം ഈ പറയുന്നത് പോലെ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ വിശ്വാസം വീണ്ടെടുക്കാൻ കോൺഗ്രസിന് സാധിക്കും എന്ന് രാഷ്ട്രീയ നിരീക്ഷകരാരും വിലയിരുത്തുന്നില്ല. അതുകൊണ്ട് തന്നെ അത് വളരെ കൃത്യമായിട്ട് നമ്മൾ ഈ ജനങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ജനങ്ങൾക്ക് അവരുടെ പ്രശ്നങ്ങൾ അറിയാം, അവർ നേരിടുന്ന വെല്ലുവിളികൾ എന്താണെന്നറിയാം, അവരുടെ പ്രതിസന്ധികൾ എന്താണെന്നറിയാം. അതുകൊണ്ട് തന്നെ അവർ കൃത്യമായിട്ട് നിലപാടുകൾ സ്വീകരിക്കുന്നു. ഇവിടെ ക്രിസ്ത്യൻ സമൂഹം കൃത്യമായി നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. ഇനി അവരെ അതിൽ നിന്ന് പെട്ടെന്നൊന്നും മാറ്റാൻ സാധിക്കില്ല. കൃത്യമായിട്ട് ബിഷപ്പുമാർ മുതൽ കർദിനാൾ മുതൽ ബിഷപ്പുമാരിലൂടെ അത് താഴെത്തട്ടിൽ അച്ഛന്മാരിലൂടെ ജനങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു. ക്രിസ്ത്യൻ പുരോഹിതന്മാർ കൃത്യമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ ആ നിലപാടിൽ എന്തെങ്കിലും ഇളക്കം തട്ടും എന്ന് ഞാൻ കരുതുന്നില്ല. കോൺഗ്രസ്സിന് ആ വെള്ളം കണ്ടുകൊണ്ട് പനിക്കണ്ട എന്നാണ്, ആ കട്ടിൽ കണ്ട് പനിക്കണ്ട എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. എന്തായാലും ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ പോപ്പുലർ ഫ്രണ്ടിനെ എത്രത്തോളം പ്രീണിപ്പിച്ച് നിർത്താമോ അത്രത്തോളം പ്രീണിപ്പിച്ച് നിർത്തുക എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ നയം. അതിനു വേണ്ടിയിട്ട് അവർ കരിപ്പൂർ വിമാനത്താവളമല്ല, വേണമെങ്കിൽ രാഷ്ട്രപതി ഭവനിലേക്ക് വരെ മാർച്ച് നടത്തും. അതാണ് സാഹചര്യം. എന്തായാലും കാത്തിരുന്ന് കാണാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. പക്ഷേ കരിപ്പൂരിലേക്ക് പ്രക്ഷോഭത്തിന് പോയവരെല്ലാം നല്ല ലാത്തിയടി ഏറ്റ് വീട്ടിലേക്ക് മടങ്ങുന്ന കാഴ്ചയാണ് കണ്ടത്. പലരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മറ്റു വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല. ഇപ്പോൾ മോഡിയാണ് ഭരിക്കുന്നതെന്നുള്ള ഒരു ചിന്ത ഈ പ്രക്ഷോഭം നടത്താൻ പോകുന്നവർക്ക് വേണം എന്ന് മാത്രമേ എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളൂ.